നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ പെപ് ഗാർഡിയോളയുടെ കീഴിൽ 10 വർഷത്തിനിടെ 17ാമത്തെ കിരീടവും മാഞ്ചസ്റ്റർ സിറ്റി നേടിയിരിക്കുന്നു. ഇപ്പോൾ അവസാനം നേടിയത് FA കപ്പാണ്. ഫൈനലിൽ ഒരൊറ്റ ഗോളിന് ചെൽസിയെ തോൽപ്പിച്ചു. 71ാമത്തെ മിനിറ്റിൽ അന്റോണിയോ സെമന്യോ ഉഗ്രൻ ഒരു ബാക്ക് ഹീൽ ഫ്ലിക്കിലൂടെയാണ് ഗോൾ അടിച്ചത്. അത് പെപ് ഗാർഡിയോള കോച്ച് ചെയ്യുന്ന പരിശീലകനായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ 17ാമത്തെ കിരീടമാണ്. 10 വർഷത്തിനിടയ്ക്ക് 17 കിരീടം, ഏതാണ്ട് 2 കിരീടം ഒരു വർഷം എന്ന നിലയിലേക്ക്, 2 ഇല്ലെങ്കിലും ഏതാണ്ട് 1.7 കിരീടങ്ങൾ എന്ന നിലയിലേക്ക്. ഗംഭീരമല്ലേ? ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 2 പോയിന്റിനാണ് ആഴ്സണലിന് പിറകിൽ. 2 പോയിന്റ്, അതെപ്പോൾ വേണമെങ്കിൽ മാറാം. അപ്പോൾ എന്തായാലും പെപ് ഗാർഡിയോള തകർക്കുകയാണ്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും കൂടി നേടിയാൽ ഈ സീസണിൽ ട്രിപ്പിൾ കിരീടമാണ്. ഇപ്പോൾ FA കപ്പ് നേടി. നേരത്തെ ലീഗ് 1 ചാമ്പ്യന്മാരായിരുന്നു. ലീഗ് 1 മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യന്മാരായിരുന്നു. ഇപ്പോൾ FA കപ്പ് നേടി. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കൂടി നേടിയാൽ ഹാട്രിക്കായി. എന്തായാലും ഗാർഡിയോളയുടെ കീഴിൽ മാഞ്ചസ്റ്റർ സിറ്റി തകർക്കുകയാണ്, അത് പറയാതെ വയ്യ. ഗംഭീര കളിയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ചെൽസിക്കെതിരെ FA കപ്പിൻ്റെ ഫൈനലിൽ. ഒന്നാം പകുതിയിലൊക്കെ നിരവധി അവസരങ്ങൾ ഉണ്ടായെങ്കിൽ അവർക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ അന്റോണിയോ സെമന്യോ 71ാമത്തെ മിനിറ്റിൽ അത് തീർത്തു. ഒരു ഗോളിന്, അതായത് ഹാലൻഡ് നൽകിയ പാസിൽ നിന്ന് ബാക്ക് ഹീൽ ഫ്ലിക്കിലൂടെ പാദത്തിൻ്റെ പുറകുഭാഗം കൊണ്ട് ഫ്ലിക്ക് ചെയ്തിട്ട് ഗോളടിച്ചു അന്റോണിയോ സെമന്യോ. അങ്ങനെ പെപ് ഗാർഡിയോളയുടെ കീഴിൽ 17ാമത്തെ കിരീടവും മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. സിറ്റി ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് സാഗൂതം നോക്കി നിൽക്കുകയാണ്. 2 കളികൾ ബാക്കിയുണ്ട്. ആഴ്സണലിനുണ്ട് 2 കളികൾ. ആഴ്സണൽ ഇപ്പോൾ 2 പോയിന്റിന് മുന്നിലാണ്. ആഴ്സണൽ ഏതെങ്കിലും ഒരു കളി തോറ്റാൽ ആ തോൽവിയിൽ പിടിച്ചു കയറാൻ വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി നോക്കി നിൽക്കുകയാണ്. അത് ആഴ്സണൽ തോറ്റാൽ മാത്രം പോരാ, ഇവരുടെ 2 കളി ഇവർ ജയിക്കും വേണം. എന്തായാലും ഇനിയിപ്പോൾ പൂർണ്ണമായും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് ശ്രദ്ധ കൊടുക്കാം മാഞ്ചസ്റ്റർ സിറ്റിക്കും പെപ് ഗാർഡിയോളയ്ക്കും.